വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ പൊട്ടാറ്റോ ആണ്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റും ചെറുതായിട്ട് ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ക്യാബേജ്, അതൊരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള, ഇതൊരു വലിയ സവാളയാണ്, ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഈ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണിത്. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച പൊട്ടാറ്റോയും ക്യാരറ്റും അതുപോലെ ക്യാബേജും എല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ പച്ചമുളകാണ് ഞാൻ ഇതിൽ എരിവിന് വേണ്ടി ചേർക്കുന്നത്. ഇതിൽ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. മുളക് പൊടി ഇടുവാണെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ കളറ് പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല, എല്ലാം കൂടി ചുമന്നിരിക്കും. അപ്പോൾ അതിനേക്കാളും ഒക്കെ ടേസ്റ്റ് പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകാണ് ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കുരുമുളക് പൊടിയും, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടേണ്ട ആവശ്യം ഇല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മൈദയാണ്. മൈദ ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ അതിൻ്റെ കൂടി കുറച്ചുകൂടി വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മതിയെങ്കിൽ അത്രയും മതിയാവും. പിന്നെ ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഒരു 2-3 കപ്പ് ബ്രെഡ് ഉണ്ടാവും. ഇത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അരികളൊന്നും കളയേണ്ട ആവശ്യമില്ല, നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് കൂടി ഇതിൻ്റെക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ചേർക്കുമ്പോൾ ആദ്യം കുറേശ്ശെയായിട്ട് ചേർക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ആദ്യം ബ്രെഡൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഈ പച്ചക്കറികളിലൊക്കെ കുറച്ച് നനവുണ്ടാവും, എങ്കിലും ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കൂടുതൽ എന്തായാലും വേണ്ട, 1/2 കപ്പ് വെള്ളം മതി, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ പിന്നും വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടി നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ആണ് കൂടുതൽ നിൽക്കേണ്ടത്. ബ്രെഡ് പൊടി ജസ്റ്റ് ഇതൊന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊടിയും മൈദപ്പൊടിയും ചേർക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂടുതൽ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരണം. ചൂടായതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. നമ്മുടെ ഈ സവാളയും ക്യാരറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊങ്ങിയൊക്കെ നിൽക്കും. അങ്ങനെ തന്നെ നിന്നോട്ടെ. കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇപ്പോൾ കുറച്ചൊരു നമുക്കിപ്പോൾ ആവശ്യമുള്ള ഇതിനകത്ത് കൊള്ളുന്ന അത്രയും ഒരു 7-8 എണ്ണം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. പെട്ടെന്ന് നമുക്ക് ഈവനിങ് ഒക്കെ വന്നിട്ട് ഉള്ള പച്ചക്കറി എല്ലാം കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടാൽ ഇങ്ങനെ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. എല്ലാ പച്ചക്കറികളുടെയും കൂടി ഒരു ടേസ്റ്റ് ഒരുമിച്ച് വരുമ്പോൾ പ്രത്യേക ഒരു ഇതാണ് കഴിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് കുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് വേറെ കൂടുതൽ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല, പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നേരം കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്